2 നൂറ്റാണ്ട് മുൻപ് 1831 ഒരു വേനൽക്കാലത്ത് ആൽപ്സ് പർവ്വതനിരകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജർമ്മൻ സംഗീതജ്ഞനായിരുന്ന ഫെലിക്സ് മെൻഡൽസൺ ഇങ്ങനെ എഴുതി: കാലാവസ്ഥ വളരെ വിചിത്രമാണ്. രാത്രി മുഴുവൻ വീണ്ടും മഴ പെയ്തിരിക്കുന്നു. രാവിലെ ശൈത്യകാലമെന്നോണം തണുപ്പാണ്. മലമുകളിൽ ആഴത്തിൽ മഞ്ഞു വീണ് കിടക്കുന്നു. 1831 ഓഗസ്റ്റിൽ സൂര്യൻ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെട്ടുവെന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. നീല, പച്ച എന്നിങ്ങനെ നിറങ്ങളിൽ സൂര്യൻ ഉദിച്ചുവെന്ന് ചൈന, യൂറോപ്പ്, USA, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സൂര്യൻ നീലയായി കാണപ്പെട്ടതിന്റെ രഹസ്യം ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. അന്നത്തെ നീല സൂര്യനും തണുത്ത അന്തരീക്ഷത്തിനും കാരണം ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനമാകാമെന്ന് പണ്ട് മുതലേ ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നു. എന്നാൽ സൂര്യനെ നീലയാക്കാൻ കാരണക്കാരനായ ആ അഗ്നിപർവ്വതം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എങ്കിൽ പോലും ആ കണ്ടെത്തലുകൾ അവർ സ്ഥിരീകരിക്കുകയാണ് പുതിയ പഠനത്തിലൂടെ. 1831 ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനം അന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ സൾഫർ ഡയോക്സൈഡ് പുറന്തള്ളിയെന്നും ഇത് കഠിനമായ തണുപ്പിന് കാരണമായെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഇതേ തുടർന്ന് വിചിത്രമായ കാലാവസ്ഥയുണ്ടായെന്നും സൂര്യൻ നിറം മാറിയെന്നും പഠനം പറയുന്നു. പ്രൊസീഡിയങ്സ് ഓഫ് നാഷണൽ അക്കാദമി ഓഫ് സയൻസ് ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. റഷ്യയും ജപ്പാനും തമ്മിൽ ദീർഘകാലമായി തർക്കം നിലനിൽക്കുന്ന സിമുഷിർ എന്ന വിദൂര ദ്വീപിലെ സവാരിറ്റ്സ്കി അഗ്നിപർവ്വതത്തിന്റെ പൊട്ടിത്തെറിയുടെ ഫലമായിരുന്നു ഈ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ എന്നാണ് കണ്ടെത്തൽ. ഇവ സ്ഥിരീകരിക്കാനായി സ്കോട്ട്ലൻഡിലെ സെന്റ് ആൻഡ്രൂ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ 1830 അഗ്നിപർവ്വത സ്ഫോടനത്തെക്കുറിച്ചുള്ള ഐസ് കോർ റെക്കോർഡുകൾ വിശകലനം ചെയ്തു. സിമുഷിർ ഒരു വിദൂര ദ്വീപായതിനാൽ സ്ഫോടനം നേരിട്ട് നിരീക്ഷിച്ചതിനെ കുറിച്ചുള്ള രേഖകൾ ലഭ്യമല്ലെന്നും അവർ വ്യക്തമാക്കി. അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചാരം വിശകലനം ചെയ്തതിൽ നിന്ന് 1831 സ്ഫോടനത്തിന്റെ കൃത്യമായ സമയവും അതിന്റെ വ്യാപ്തിയും കണ്ടെത്താനായെന്ന് ഗവേഷകർ പറയുന്നു. ഈ പൊട്ടിത്തെറി ഇന്ന് സംഭവിക്കുകയാണെങ്കിൽ 1831 ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ പൊട്ടിത്തെറി ആയിരിക്കുമെന്ന് കരുതുന്നില്ലെന്നും കാലാവസ്ഥാ വ്യതിയാനം കാരണം അടുത്ത വലിയ പൊട്ടിത്തെറി എപ്പോൾ എവിടെ നിന്ന് വരുമെന്ന് പ്രവചിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും പഠനത്തിന്റെ സഹരചയിതാവായ വിൽ ഹച്ചിസൺ പ്രസ്താവനയിൽ പറയുന്നു. 1831 അഗ്നിപർവ്വത സ്ഫോടനം മാത്രമല്ല, അതിനു മുൻപും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂമിയുടെ കാലാവസ്ഥയെയും അന്തരീക്ഷത്തിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. 1815 ഇന്തോനേഷ്യയിലെ തമ്പോറ പർവ്വതം പൊട്ടിത്തെറിച്ചത് വേനൽക്കാലമില്ലാത്ത ഒരു വർഷത്തിന് കാരണമായി. 24 ക്യൂബിക് മൈൽ വാതകങ്ങളും പൊടിയും പാറയുമാണ് ആ സ്ഫോടനം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളിയത്. ഇത് ആഗോള താപനില കുറയുന്നതിന് കാരണമായി. ഉത്തരാർദ്ധഗോളത്തിൽ 1 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. 1991 ഫിലിപ്പൈൻസിലെ പിനാറ്റുബോ അഗ്നിപർവ്വത സ്ഫോടനം ഇതുവരെ അളന്നതിൽ വച്ച് ഏറ്റവും കൂടുതൽ സൾഫർ ഡയോക്സൈഡ് പുറത്തുവിട്ട സ്ഫോടനമാണ്. ഇത് 3 വർഷം വരെ ആഗോള താപനില 0.5 ഡിഗ്രി സെൽഷ്യസ് ആയി കുറച്ചു. അതേസമയം ഈ 21-ാം നൂറ്റാണ്ടിൽ ഭൂമിയിലെ ജീവന് അപകടകരമാകുന്ന തരത്തിൽ സമാനമായ അഗ്നിപർവ്വത സ്ഫോടനം നടക്കാൻ സാധ്യത 6-ൽ 1 ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഇതുപോലത്തെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.